നമസ്കാരം. PSC റാങ്ക് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2024 ഡിസംബർ 31 പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിൽ വിവിധ വകുപ്പുകളിലേക്കുള്ള ഡ്രൈവർ ഗ്രേഡ് 2 LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ഈ അപേക്ഷ പ്രകാരം PSC ഡ്രൈവർ, അതുപോലെ തന്നെ ഡ്രൈവർ കം OA എന്നിവയിലെ LDV, അതായത് ലോ ഡ്യൂട്ടി വെഹിക്കിൾസ് ഓടിക്കാനുള്ള തസ്തികകളിലേക്ക് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് 2025 ജനുവരി 29 ഇനി വൈകാതെ തന്നെ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ക്ലാസ്സുകളാണ് ഇന്നു മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്ക് ഈ തസ്തികയുടെ സിലബസ് വിശദമായിട്ട് എന്താണെന്ന് ഒന്ന് നോക്കാം. പൊതുവായി നടന്നു വരുന്ന മറ്റ് PSC പരീക്ഷകളെ പോലെ തന്നെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ എക്സാമിനുള്ളത്. അതിൽ 40 മാർക്ക് പൊതുവിജ്ഞാനം എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തിന് 5 മാർക്കാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. മൂന്നാമത്തെ ഭാഗം ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളുമാണ്. ഈ ഭാഗത്തിനും 5 മാർക്കാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഈ ഭാഗത്തുനിന്നും 5 മാർക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട് വരുന്നത് കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവയെക്കുറിച്ചുള്ള അറിവ്. ഈ ഭാഗത്തിന് 10 മാർക്ക് PSC നൽകിയിട്ടുണ്ട്. പിന്നെ ആറാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, അതുപോലെ തന്നെ നവോത്ഥാന നായകർ. ഇത്രയും ഭാഗത്തിന് 5 മാർക്കാണ് നൽകിയിരിക്കുന്നത്. ഇനി ഏഴാമത്തെ ഭാഗം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല, കല സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഈ മേഖലകൾക്കെല്ലാം കൂടെ 5 മാർക്കാണ്. ഇനി പൊതുജനാരോഗ്യമാണ് 10 മാർക്ക്. അപ്പോൾ 40 മാർക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പൊതുജനാരോഗ്യം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബയോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ഭാഗം സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, മൂന്നാമത്തത് ജീവിതശൈലി രോഗങ്ങൾ, നാലാമത്തത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇതോടെ ഒരു 50 മാർക്കിൻ്റെ സെക്ഷൻ ഇവിടെ പൂർത്തിയാവുകയാണ്. അതിന് ശേഷമുള്ളത് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 50 മാർക്കിൻ്റെ സെക്ഷനാണ്. നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ ഈ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ മുടങ്ങാതെ കാണുക. കാരണം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇനിയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.